ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു വെറൈറ്റി ചിക്കൻ മസാലയാണ് അച്ചാരി ചിക്കൻ മസാല. ഇന്ന് വരെ നമ്മൾ കഴിച്ചിട്ടുള്ള എല്ലാ ചിക്കൻ മസാലയേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ മസാലയ്ക്ക്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോ. അച്ചാരി ചിക്കൻ മസാല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്കിതിലേക്ക് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള പച്ചമല്ലി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ഉലുവ ചേർക്കാം. 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 6 ഗ്രാമ്പു, 6 ഏലക്ക, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് സമയം വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു വലിയ പാന് വെച്ച് കൊടുക്കാം. പാന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3 സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 1 കിലോ വരുന്ന ചിക്കനിലേക്കുള്ള മസാലയുടെ കണക്കാണ് പറയുന്നത്. കൂടുതൽ തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ കൂട്ടിക്കൊടുത്താൽ മതി. കുറവാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾ കുറച്ച് കൊടുക്കുക. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരു 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിയ 2 ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ചധികം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമ്മൾ വലിയ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ മസാല കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പോട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ അച്ചാരി ചിക്കൻ മസാല കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചും 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ടുമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ മസാലയ്ക്ക്. ഒരു രക്ഷയുമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നെയ്ച്ചോറ്, കുബൂസ്, പൊറോട്ട, ദോശ ഇതിലേക്കെല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.